നമ്മൾ ഇന്ത്യയിലുള്ള എല്ലാവരും തന്നെ അത്യാവശ്യം നല്ല രീതിയിൽ ഫുഡ് കഴിക്കാൻ ആഗ്രഹിക്കുന്നവരാണ്. പക്ഷേ മടി കാരണം നമ്മൾ എപ്പോഴും പുറത്ത് പോയി ഫുഡ് കഴിക്കാൻ ഇഷ്ടപ്പെടുന്നവരാണ്. അത് മാത്രമല്ല, ചില ഹോട്ടലിലെ ഫുഡൊക്കെ നമുക്ക് അത്രയേറെ പ്രിയപ്പെട്ടതുമാണ്. പക്ഷേ ഈ മടി കാരണം തന്നെ ഈ ഹോട്ടലിൽ പോയി കഴിക്കുന്നത് വലിയൊരു ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. അങ്ങനെയുള്ളവർക്ക് വേണ്ടി ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുള്ള ഒരു ആപ്പാണ് നമ്മുടെ സൊമാറ്റോ, സ്വിഗ്ഗി പോലെയുള്ളവ. അതിനകത്ത് സൊമാറ്റോനെ പറ്റി എടുത്തു പറയേണ്ടതുമാണ്. കാരണം ഏറ്റവും കൂടുതൽ ആളുകൾ ഇപ്പോൾ ഓൺലൈൻ ഡെലിവറിക്ക് വേണ്ടി സഹായിക്കുന്നത് സൊമാറ്റോ ആണെന്ന് പറയാതെ പറയേണ്ടി വരും. കാരണം അത്രയേറെ ഉണ്ട് സൊമാറ്റോ ചെയ്യുന്ന ഒരു അവൈലബിലിറ്റി, അല്ലെങ്കിൽ അവരുടെ ഒരു അവൈലബിലിറ്റി എന്ന് പറഞ്ഞാൽ അത്രയ്ക്ക് അധികമാണ്. അപ്പോൾ സൊമാറ്റോ ഇപ്പോൾ പുതിയൊരു ഫീച്ചറുമായി രംഗത്ത് വന്നിരിക്കുകയാണ്. ഏകദേശം സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഇത് മലയാളികൾക്ക്, അതായത് ഈ ഫുഡ് ഇഷ്ടപ്പെടുന്ന എല്ലാവർക്കും തന്നെ വളരെ നല്ലതായിട്ടാണ് ഇപ്പോൾ പറയുന്നത്. അതായത് നിങ്ങൾ ഫുഡ് ഓർഡർ ചെയ്യുന്നു, ആ ഓർഡർ ചെയ്ത ഫുഡ് നിങ്ങൾ ക്യാൻസൽ ചെയ്യുമ്പോൾ നിങ്ങളുടെ 3 കിലോമീറ്റർ പരിധിയിലുള്ള മറ്റാർക്കെങ്കിലും ആ ഫുഡ് മേടിക്കാൻ സാധിക്കും. അതാണ് സൊമാറ്റോ ഇപ്പോൾ കൊണ്ടുവരുന്ന ഏറ്റവും പുതിയ മാറ്റം. മാത്രമല്ല, ഈ ഓർഡർ ചെയ്ത ഫുഡ് ക്യാൻസൽ ചെയ്ത് കഴിഞ്ഞിട്ട് അടുത്തത് ആരാണോ അത് മേടിക്കാൻ പോകുന്നത് അവർക്ക് ഡിസ്കൗണ്ട് റേറ്റിലായിരിക്കും ഈ ഫുഡ് മേടിക്കാൻ പറ്റുന്നത്. ഫുഡ് വേസ്റ്റ് ആക്കാതിരിക്കാനുള്ള ഒരു ലക്ഷ്യത്തോടെയാണ് സൊമാറ്റോ ഈ ഒരു ഫീച്ചർ ഇപ്പോൾ കൊണ്ടുവന്നിരിക്കുന്നത്. വളരെ നല്ലൊരു തീരുമാനമാണ്. കാരണം ഫുഡ് വേസ്റ്റ് ആവുകയില്ല, മാത്രമല്ല കുറഞ്ഞ ചിലവിൽ ചിലപ്പോൾ നമുക്ക് തന്നെ അത് മേടിക്കാൻ പറ്റുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് സൊമാറ്റോയുടെ ഒരു ബെസ്റ്റ് ഫീച്ചറായിട്ട് തന്നെ എനിക്ക് ഫീൽ ചെയ്തിട്ടുണ്ട്. അത് ഇനി മറ്റ് ഫുഡ് ആപ്പുകളും ഇൻട്രൊഡ്യൂസ് ചെയ്താൽ വളരെ നല്ലതായിരിക്കുമെന്നാണ് എനിക്ക് തോന്നുന്നത്. ഈ ഒരു ഫീച്ചർ കൊണ്ട് ആരെങ്കിലും ഒരു 100 രൂപയുടെ ബിരിയാണി മേടിച്ചു, അയാൾക്ക് പെട്ടെന്ന് ഒരു അത്യാവശ്യം വന്നപ്പോൾ അത് ക്യാൻസൽ ചെയ്യേണ്ടി വന്നു. അത് കഴിഞ്ഞ് നിങ്ങളത് കണ്ടു കഴിഞ്ഞപ്പോൾ നിങ്ങളത് മേടിക്കാൻ തീരുമാനിച്ചു. ചിലപ്പോൾ അത് നിങ്ങൾക്ക് വെറും 50 രൂപയ്ക്കോ അല്ലെങ്കിൽ അതിൽ കുറവോ നിങ്ങൾക്ക് ലഭിക്കാൻ സാധ്യതയുണ്ട്. ഈ ഒരു ഫീച്ചറാണ് ഇപ്പോൾ സൊമാറ്റോ ഇൻട്രൊഡ്യൂസ് ചെയ്തിരിക്കുന്നത്. ഇതുവഴി നിങ്ങളുടെ കാശ് ലാഭിക്കാം, അതുപോലെ തന്നെ ഭക്ഷണം നമുക്ക് സേവ് ചെയ്യാനും സാധിക്കും. സൊമാറ്റോ പോലുള്ള ആപ്പിൽ നോ റീഫണ്ട് എന്ന് പറയുന്ന ഓപ്ഷൻ ഉണ്ടായിട്ട് പോലും, അതായത് നിങ്ങൾ ഫുഡ് ക്യാൻസൽ ചെയ്താൽ പോലും നിങ്ങളുടെ ഫണ്ട് തിരിച്ച് കിട്ടില്ല എന്നുള്ളൊരു ഓപ്ഷൻ ഉണ്ടായിട്ട് പോലും ആളുകൾ നിരവധിയായിട്ട് ഈ ഫുഡ് ക്യാൻസൽ ചെയ്യുന്നുണ്ട്. ആ ഒരു കാര്യം നിയന്ത്രിക്കാൻ കൂടി സൊമാറ്റോ ഇൻട്രൊഡ്യൂസ് ചെയ്തതാണ് ഈ പോളിസി. ഈ ഒരു ഫീച്ചർ കൊണ്ട് സൊമാറ്റോ ഉദ്ദേശിക്കുന്നത് ഒരു ഫുഡ് മേടിച്ച് അല്ലെങ്കിൽ അദ്ദേഹം അത് ക്യാൻസൽ ചെയ്തതിന് ശേഷം അരമണിക്കൂർ മാത്രമേ ആ ഫുഡിനെ പറ്റിയുള്ള ഡീറ്റെയിൽസ് സൊമാറ്റോയിൽ ദൃശ്യമാകൂ. അതായത് നിങ്ങളുടെ ചുറ്റുപാടിൽ ആരെങ്കിലും അങ്ങനെ ചെയ്തിട്ടുണ്ടെങ്കിൽ അതിനെപ്പറ്റി കാണാൻ സാധിക്കുന്നത് വെറും അരമണിക്കൂറിന് ശേഷമായിരിക്കും. അരമണിക്കൂറിന് ശേഷം ഓട്ടോമാറ്റിക്കലി അത് ഡിലീറ്റ് ആകും. അരമണിക്കൂറിന് ശേഷം ഫുഡിന്റെ സേഫ്റ്റി അത്ര ഉറപ്പ് വരുത്താൻ സാധിക്കാത്തത് കൊണ്ടാണ് സൊമാറ്റോ ഇത്തരത്തിലുള്ള ഒരു ഫീച്ചർ കൊണ്ടുവന്നിരിക്കുന്നത്. അപ്പോൾ ഫുഡിന്റെ സേഫ്റ്റി അത്രത്തോളം എൻഷുർ ചെയ്തിട്ട് തന്നെയാണ് സൊമാറ്റോ ഈ ഫീച്ചർ മുൻപോട്ട് കൊണ്ടുപോകുന്നത്. മാത്രമല്ല, ഐസ്ക്രീമുകൾ, സ്മൂത്തികൾ, ടെമ്പറേച്ചർ നിലനിർത്തേണ്ട ഫുഡ് ഐറ്റംസ് അങ്ങനെയുള്ളവയൊന്നും ഈ ലിസ്റ്റിൽ പെടുന്നില്ല. കാരണം അതുവഴി നമുക്ക് ഒത്തിരി നേരം സ്റ്റോറേജ് ചെയ്യാൻ സാധിക്കുന്ന ഒരു ഭക്ഷണ പദാർത്ഥങ്ങളല്ല അത്. അതുകൊണ്ട് തന്നെ നമ്മുടെ ആരോഗ്യ നിലവാരത്തെ സംബന്ധിച്ചും സൊമാറ്റോ അത്രത്തോളം കെയർ ചെയ്യുന്നുണ്ടെന്നാണ് ഇതിലൂടെ തെളിയിക്കുന്നത്. അതുകൊണ്ട് തന്നെ 1 മണിക്കൂറോ അതിലധികമോ സ്പെൻഡ് ചെയ്യാൻ പറ്റുന്ന തരത്തിലുള്ള ഫുഡ് ഐറ്റംസ് മാത്രമായിരിക്കാം ഈ ലിസ്റ്റിൽ നിങ്ങൾക്ക് കാണാൻ സാധിക്കുന്നുള്ളൂ. അതുകൊണ്ട് തന്നെ നിങ്ങൾക്കിത് ആരോഗ്യകരമായി വളരെയധികം ഉപകാരപ്പെടുമെന്നുള്ളത് തീർച്ചയാണ്. എന്താണെങ്കിലും സൊമാറ്റോയുടെ ഈ ഒരു പുതിയ ആശയം വളരെ നല്ലൊരു ആശയം തന്നെയാണ്. കാരണം അവർക്ക് മുൻപോട്ടും ഇതുപോലെയുള്ള പുതിയ ചിന്താത്മകമായ ക്രിയേറ്റീവ് ആയിട്ടുള്ള ഐഡിയാസ് ആപ്പിൽ കൊണ്ടുവരുമ്പോൾ ആളുകൾക്ക് ഇച്ചിരി ഉപകാരവും വരും, അതുപോലെ തന്നെ ബിസിനസ് ഇത്തിരി മെച്ചപ്പെടുകയും ചെയ്യും.